എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അസ്ത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചേന, പച്ചമുളക്, ചേമ്പ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ ഇത്രയും എടുത്തിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുകയാണ്. ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവ് മറ്റുള്ളതിനെക്കാട്ടിലും കൂടുതലായതുകൊണ്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറിയും കൂടെ ഇടാം. ഉപ്പും മഞ്ഞളും ആവശ്യത്തിന് മുളക് പൊടി ഇടുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. കുക്കറിൻ്റെ ഗ്യാസൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. ചേമ്പ് വെന്തിട്ടുണ്ട്, ചേനയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ തുറന്ന് വെച്ച് ഒന്ന് വെള്ളം വറ്റിക്കുകയും വേണം. ഇവിടെ നമ്മുടെ മെഴുക്കുവരട്ടി എല്ലാ ആവശ്യത്തിനും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കുകയാണ്. ഇവിടെ നമ്മുടെ അസ്ത്രത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് തൈരാണ് ഒഴിക്കുന്നത്. പുളി നോക്കിയിട്ട് വേണം നമ്മൾ തൈര് ഒഴിക്കാൻ. നല്ല പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ 1/2 ഗ്ലാസ് മതിയാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അസ്ത്രം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കൂട്ടാൻ നല്ലൊരു കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.